ഹലോ ഡിയേഴ്സ്, ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ ചതി കണ്ണൻ അറിയുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? മഹാലക്ഷ്മിയുടെ എന്ത് ചതിയാണ്, മഹാലക്ഷ്മി എങ്ങനെയാണ് നമ്മുടെ കണ്ണനെ ചതിച്ചത് എന്നുള്ളതല്ലേ? സത്യം പറഞ്ഞാൽ അതൊരു ചതി തന്നെയല്ലേ? നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ കയ്യിൽ നിന്നും ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ലേ? നമ്മുടെ കണ്ണനെ ആ ഒരു ആക്സിഡന്റിൽ പെടുത്തിയത് തന്റെ രണ്ടാനച്ഛനാണെന്നും അന്ന് അതേ സമയം ആ ഒരു വണ്ടിക്കുള്ളിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മുടെ മഹാലക്ഷ്മി ഇതുവരെയും നമ്മുടെ കണ്ണന്റെ അടുത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഉള്ള ഒരു കടപ്പാടാണ് ഈ ജീവിതം എന്ന് മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ആ ഒരു കാര്യം തുറന്നു പറയുന്നില്ല. പക്ഷെ അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കണ്ണന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നാള് നമ്മുടെ കണ്ണൻ നമ്മുടെ പ്രതാപനാണ് തന്നെ വണ്ടി ഇടിച്ചതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. മഹാലക്ഷ്മി ചെറുതായിരുന്നു എങ്കിൽ കൂടി നമ്മുടെ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. മഹാലക്ഷ്മിക്ക് ഈ കാര്യം അറിയായിരുന്നു. അറിഞ്ഞിട്ടും തന്നോട് മറച്ചു വെച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ കണ്ണൻ. എന്തും തുറന്നു പറയുന്ന ഒരാളാണ്. ഒന്നും തന്നോട് ഒളിച്ചു വെക്കാറില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ കണ്ണന് നമ്മുടെ മഹാലക്ഷ്മിയോട് അല്ലെ? അപ്പൊ ഈ ഒരു കാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ? ചിലപ്പോ കണ്ണൻ എന്തിനാണ് എന്നോട് മറച്ചു വെച്ചതെന്ന് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കണ്ണന് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ദിവസം തന്നെയാണ് അന്നേ ദിവസം അല്ലെ? അപ്പൊ ആ ദിവസത്തിൽ മഹാലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ ചെറിയൊരു സങ്കടവും ചെറിയൊരു പൊട്ടിത്തെറിയും ഉണ്ടാകാം ചിലപ്പോൾ. അല്ലെങ്കിൽ മറിച്ച് നമ്മുടെ മഹാലക്ഷ്മി ആശ്വസിപ്പിച്ചേക്കാം. മഹാലക്ഷ്മി അറിഞ്ഞുകൊണ്ടോ ഒന്നും അല്ലല്ലോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. മഹാലക്ഷ്മിയുടെ അച്ഛനും അറിഞ്ഞുകൊണ്ടല്ല ആ സമയം ആക്സിഡന്റ് പറ്റിയത് അല്ലെ? അപ്പൊ എന്തായാലും മഹാലക്ഷ്മി അതിനു വേണ്ടി തന്റെ ജീവിതം തനിക്ക് വേണ്ടി മാറ്റി വെച്ചല്ലോ എന്നോർത്ത് നമ്മുടെ മഹാലക്ഷ്മിയോട് സ്നേഹം കൂടുതലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയായിരിക്കും കഥ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കണ്ണൻ അതിനെതിരെ ചെറുതായിട്ടെങ്കിലും പ്രതികരിക്കുമോ? അല്ലെങ്കിൽ കണ്ണൻ കൂടുതൽ നമ്മുടെ മഹാലക്ഷ്മിയെ സ്നേഹിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.